ഹായ് ഫ്രണ്ട്സ്, യാത്ര ടുഡേ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചെറിയ ജീവിതമാണ് വലിയ ലോകവും, സഞ്ചരിക്കാനുണ്ട് ഒരുപാട് ദൂരം. പുതിയ തീരങ്ങൾ തേടി, പുതിയ അനുഭവങ്ങൾ തേടി, പുതിയ അനുഭവങ്ങളുടെ പറുദീസകൾ തേടി യാത്ര ചെയ്യണം. കണ്ട സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ സ്വപ്നങ്ങൾക്ക് പിറകെ സഞ്ചരിക്കണം. വലിയവർ കണ്ട സ്വപ്നങ്ങളുടെ ഭാഗമാകണമെങ്കിൽ അവർ നടന്ന ലോകത്തേക്ക് നടന്നു ചെല്ലണം. അതിർവരമ്പുകൾക്ക് അധീനമായി യാത്രയെ പ്രണയിച്ചവന് ലോകം നൽകിയ പേരാണ് സഞ്ചാരി. അപ്പോൾ ഒരുപാട് ആളുകൾ FB പേജിന്റെ കമന്റ് ബോക്സിലാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും വാട്സാപ്പിലാണെങ്കിലും മെസ്സേജ് അയച്ചിട്ട് ചോദിച്ചിട്ടുണ്ട്, ഓൾ ഇന്ത്യ റൈഡിന് എത്ര എക്സ്പെൻസ് ആയിട്ടുണ്ട്, അതിൻ്റെ ബഡ്ജറ്റ് എങ്ങനെയാണ്, അതിൻ്റെ അക്കോമഡേഷൻ എങ്ങനെയാണ്, അതിൻ്റെ ഫ്യൂവൽ എങ്ങനെയായിരുന്നു, ലഡാക്ക് കാണാനുള്ള ലേയിലെ ഇന്നർ ലൈൻ പെർമിറ്റ് എങ്ങനെയായിരുന്നു. അപ്പോൾ ഈ വിഷയങ്ങളെ കുറിച്ചൊക്കെ റൈഡേഴ്സിന് ടോട്ടൽ കൺസെപ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. ഒരു ഓൾ ഇന്ത്യ റൈഡ് എന്നുള്ളത് ഏതൊരു സഞ്ചാരിയുടെയും വലിയ സ്വപ്നമായിരിക്കും. പ്രത്യേകിച്ച് ലേ ലഡാക്ക് യാത്രകൾ ഇഷ്ടപ്പെടാത്തതായിട്ട് ആരും തന്നെ ഇല്ല. സമയവും സാഹചര്യവും പിന്നെ പണവുമാണ് നമ്മുടെ സ്വപ്നതുല്യമായ യാത്രകളിൽ വില്ലനായിട്ട് എത്തുന്നത്. ലേ ലഡാക്ക് സ്വപ്നം കണ്ട് നടക്കുന്നവരിൽ ഏറെ യുവാക്കളാണ്. ലഡാക്ക് കണ്ട് മടങ്ങി വരാൻ പ്രധാനമായും പല മാർഗങ്ങളുണ്ട്. ലേ സിറ്റിയിലേക്ക് ഡൽഹിയിൽ നിന്നും വിമാനമാർഗം യാത്ര ചെയ്യാം. ഡൽഹിയിൽ നിന്ന് മണാലി വഴി റൗണ്ട് ട്രിപ്പ് ചെയ്യുന്ന ബസ് സർവീസുകളുണ്ട്. ഡൽഹിയിൽ നിന്നും മണാലിയിൽ നിന്നും വാഹനങ്ങൾ റെന്റിനെടുത്തിട്ട് ലഡാക്കിൽ പോയി മടങ്ങി വരുന്നവരുമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സ്വന്തം വാഹനങ്ങൾ ട്രെയിൻ വഴി ചണ്ഡീഗഡിലേക്ക് കയറ്റി അയച്ചിട്ട് അവിടെ നിന്നും റൈഡ് ചെയ്തിട്ട് പോയി വരുന്നവരുമുണ്ട്. ഇനി ഇതൊന്നും കൂടാതെ ഒരു ഓൾ ഇന്ത്യ റൈഡാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ കേരളത്തിൽ നിന്നും വണ്ടി ഓടിച്ചിട്ട് പോയി വരുന്നവരുമുണ്ട്. ഈ യാത്രയ്ക്ക് K2K റൈഡ് എന്ന് പറയും. ഒട്ടുമിക്ക സഞ്ചാരികളും ആഗ്രഹിക്കുന്നത് ഒരു K2K റൈഡാണ്. ഒരു കേരള ടു കാശ്മീർ റൈഡിന് എത്ര ചിലവ് വരും എന്നതാണ് അടുത്ത ചോദ്യം. ചിലവ് ചുരുക്കി ചെറിയ ബഡ്ജറ്റിൽ എങ്ങനെ ഒരു ഓൾ ഇന്ത്യ റൈഡ് നടത്തും എന്നതാണ് ഇവിടെ പറയാൻ പോകുന്നത്. എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും 3 ചെലവുകളാണ് നമുക്കുള്ളത്. 1 ഫ്യൂവല്, 2 ഫുഡ്, 3 അക്കോമഡേഷൻ. ഇത് 3ഉം നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു പരിധി വരെയൊക്കെ ഫ്യൂവലും നമുക്ക് റെഡ്യൂസ് ചെയ്യാം. നമ്മുടെ വേഗതയുടെ അടിസ്ഥാനം ഒരു എക്കണോമി സ്പീഡിൽ പോയി കഴിഞ്ഞിട്ടാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു മൈലേജ് കിട്ടും. പിന്നെ ഓരോ വാഹനത്തിൻ്റെ മൈലേജ് മാത്രം കാൽക്കുലേറ്റ് ചെയ്തിട്ട് ലഡാക്ക് പോലുള്ള സ്ഥലങ്ങളിൽ പോയി വരാൻ പറ്റില്ല. കാരണം ഓക്സിജൻ്റെ അളവുകൾ കുറയുന്നതിനനുസരിച്ച് നമ്മുടെ മൈലേജിന് ഷോർട്ടും വരാൻ സാധ്യതയുണ്ട്. കാരണം തണുപ്പ് കൂടുന്ന പ്രദേശങ്ങളിലൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്ന മൈലേജ് കിട്ടില്ല. രണ്ടാമതായിട്ട് നമുക്ക് വരുന്ന എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ ഫുഡാണ്. തീർച്ചയായിട്ടും ഒരു പരിധി വരെയൊക്കെ നമുക്ക് നമ്മുടെ ഫുഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. നമ്മൾ കേരളത്തിലെ പോലെ അല്ലെങ്കിൽ നമ്മൾ നാട്ടിലെ അല്ലെങ്കിൽ വീട്ടിലെ പോലെ ഭക്ഷണം കഴിക്കുന്ന ആ ഒരു തോത് കുറച്ചിട്ട് ഒരു യാത്രക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന അല്ലെങ്കിൽ ഒരു സഞ്ചാരി ഭക്ഷണം കഴിക്കേണ്ട ഒരു പരിധി അതിനപ്പുറം ഭക്ഷണം കഴിക്കാതിരിക്കുക. കേരളമോ ബാംഗ്ലൂരോ ഒക്കെ വിട്ട് കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ഹോട്ടലിന് പകരം ധാബകളായിരിക്കും കാണാൻ സാധിക്കുക. അതിൽ തന്നെ 90% ധാബകളും വെജിറ്റേറിയൻ ധാബകളായിരിക്കും. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്യുന്നത് വെജിറ്റേറിയൻ ഫുഡ് മാത്രമായിരിക്കണം. നമ്മളൊക്കെ നോൺ വെജ് കഴിക്കുന്ന ആളാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഹോട്ടൽ നോൺ വെജ് ഹോട്ടലാണ് എന്നുള്ളത് കൺഫേം ചെയ്തതിന് ശേഷം മാത്രം നോൺ വെജ് ഐറ്റംസുകൾ ഓർഡർ ചെയ്യുക. കാരണം നോൺ വെജ് അല്ലാത്ത ഹോട്ടലുകളാണെന്നുണ്ടെങ്കിൽ, പ്യൂർ വെജിറ്റേറിയൻ ഹോട്ടലുകളാണെന്നുണ്ടെങ്കിൽ നമ്മൾ നോൺ വെജ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ മുഖഭാവം മാറും, അവരുടെ സ്വഭാവത്തിൽ മാറ്റം വരാൻ സാധ്യതയുണ്ട്. അപ്പം ഈ കാര്യം വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. കാരണം നമുക്ക് അങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ കാര്യം കൂടി നമ്മളെ റൈഡിൽ ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യങ്ങളാണ്. മറ്റൊരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടുമിക്ക ധാബകളിലും ട്രാവലേഴ്സിന് മാത്രമായിട്ട് ഒരു പ്രത്യേക വിലയായിരിക്കും. കാരണം അവർക്ക് തോന്നിയ വിലയായിരിക്കും നമ്മളിൽ നിന്നും ഈടാക്കുക.
അപ്പം തീർച്ചയായിട്ടും ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഒരു മടിയും കൂടാതെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ വില ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഭക്ഷണം വാങ്ങി കഴിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഫുഡിൻ്റെ ചിലവ് കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഭക്ഷണം പാകം ചെയ്ത് കഴിക്കലായിക്കൂടെ എന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും നല്ല കാര്യം തന്നെയാണ്. പക്ഷേ ഒരുപാട് സമയം നമുക്ക് ഭക്ഷണം പാകം ചെയ്യുന്നതിന് വേണ്ടി ചിലവാക്കേണ്ടി വരും. ഒരു ദിവസം ഇത്ര കിലോമീറ്റർ ആയിരിക്കണം നമ്മൾ കവർ ചെയ്യേണ്ടത് എന്നുള്ള ടാർഗറ്റിൽ നിന്നും തീർച്ചയായിട്ടും നമ്മൾ പിന്മാറേണ്ടി വരും. കാരണം ഭക്ഷണം പാകം ചെയ്ത് വരുമ്പോൾ 2-3 മണിക്കൂർ നമുക്കവിടെ മിസ്സാവുകയാണ്. ആ സമയ നഷ്ടം കൂടി നമ്മൾ പിന്നെ റൈഡ് ചെയ്തെടുക്കേണ്ടി വരും. മൂന്നാമതായിട്ട് വരുന്ന എക്സ്പെൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അക്കോമഡേഷൻ ആണ്. ഇവിടെയും നമുക്ക് നല്ല രീതിയിൽ തന്നെ ചിലവ് കുറയ്ക്കാനായിട്ട് സാധിക്കും. നമ്മളെങ്ങനെയാണ് ചിലവ് കുറച്ചിട്ട് അക്കോമഡേറ്റ് ചെയ്തത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാംഗ്ലൂർ, ഹൈദരാബാദ്, മുംബൈ, പൂനെ തുടങ്ങിയിട്ടുള്ള മേജർ സിറ്റികളിലൊഴികെ ബാക്കി എല്ലാ സ്ഥലങ്ങളിലും ടെൻ്റ് അടിച്ചിട്ടാണ് സ്റ്റേ ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ ടെൻ്റ് അടിച്ച് സ്റ്റേ ചെയ്യുമ്പോൾ പെട്രോൾ പമ്പിലോ ധാബകളിലെ പാർക്കിംഗ് ഏരിയകളിലൊക്കെ പെർമിഷനോട് കൂടി ടെൻ്റ് അടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഒട്ടുമിക്ക പെട്രോൾ പമ്പിലും അല്ലെങ്കിൽ ധാബകളിലൊക്കെ നമുക്ക് പെർമിഷൻ തരും. പെട്രോൾ പമ്പിലൊക്കെ സ്റ്റേ ചെയ്യുമ്പോൾ ഉള്ള ഉപകാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രാവിലെ എണീറ്റിട്ട് ഒന്ന് ഫ്രഷപ്പ് ആവാനോ ടോയ്ലറ്റ് യൂസ് ചെയ്യാനോ ഒക്കെ ഉള്ള സൗകര്യങ്ങൾ തീർച്ചയായിട്ടും അവർ തന്നെ സൗകര്യം ചെയ്തു തരും, പ്രത്യേകിച്ച് റൈഡേഴ്സ് ആകുമ്പോൾ. ടെൻ്റ് അടിക്കാനായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കുന്ന സ്ഥലങ്ങൾ 24 hours വർക്കിംഗ് ഉള്ളതാണോ എന്ന് പ്രത്യേകം വഴിയോ ഒക്കെ മുൻകൂട്ടി നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച് ബുക്ക് ചെയ്യുന്നത് നന്നായിരിക്കും. ഇത്തരം 3 പ്രധാന ചെലവുകളാണ് ഒരു ഓൾ ഇന്ത്യ റൈഡിൽ നമുക്ക് വരാനുള്ളത്. പിന്നെ അപ്രതീക്ഷിതമായിട്ട് വരുന്ന മറ്റു മെയിൻ്റനൻസ് ചെലവുകളാണ് നമ്മൾ കരുതി വെക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ 2 ബൈക്കിലായിട്ട് 3 പേരാണ് യാത്ര പോയിരുന്നത്. റോയൽ എൻഫീൽഡ് തണ്ടർബേർഡും റോയൽ എൻഫീൽഡിൻ്റെ ബുള്ളറ്റുമാണ് ഞങ്ങൾ യാത്ര പോകാനായിട്ട് ഉപയോഗിച്ചിരുന്ന വാഹനങ്ങൾ എന്ന് പറയുന്നത്. ഏകദേശം 20,000 രൂപയുടെ പെട്രോളാണ് ഒരു വണ്ടിക്ക് ഫ്യൂവൽ എക്സ്പെൻസ് ആയിട്ട് ഞങ്ങൾക്ക് ചിലവായിട്ടുള്ളത്. ആൾമോസ്റ്റ് ഞങ്ങൾ എക്സ്പെക്റ്റ് ചെയ്തിരുന്ന ഒരു തുക എന്ന് പറയുന്നതും അത്രയൊക്കെ തന്നെയാണ്. ഫുഡ് ആൻഡ് അക്കോമഡേഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ 3 പേരും കൂടി ഒരു മ്യൂച്വൽ ഫണ്ട് ഉണ്ടാക്കിയിട്ട് അതിൽ നിന്നും ചെലവഴിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഒരിടത്തും ഞങ്ങൾ ഫുഡ് ും കുറച്ച് പോയി വന്ന സുഹൃത്തുക്കളും എനിക്കറിയാവുന്നവരിലുണ്ട്. ഭക്ഷണം ഒഴികെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ചെലവ് ചുരുക്കാൻ പറ്റും. അക്കോമഡേഷൻ ആയാലും ഫ്യൂവൽ ആയാലും ഒക്കെ ഒരു പരിധിവരെ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഒരു എക്കണോമി സ്പീഡിൽ വാഹനം ഓടിക്കുന്ന ഒരാൾക്ക് കമ്പനി പറയുന്ന ഇന്ധനക്ഷമത തീർച്ചയായിട്ടും വാഹനത്തിൽ ലഭിക്കും. ഇനി 2 പേരാണ് ഒരു ബൈക്കിൽ യാത്ര ചെയ്യുന്നതെങ്കിൽ ഷെയർ ചെയ്തായിരിക്കും പെട്രോൾ അടിക്കുന്നതും സ്റ്റേ ചെയ്യുന്നതും ഒക്കെ. അപ്പോഴും നമുക്ക് നല്ലൊരു തുക ചെലവ് കുറയുന്നുണ്ട്. അപ്പോൾ സ്വപ്നങ്ങൾക്ക് പിറകെ സഞ്ചരിക്കുന്ന എല്ലാവരുടെയും സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകട്ടെ. ഇനി ലേഹ് ലഡാക്ക് കാണാനുള്ള ഇന്നർ ലൈൻ പെർമിറ്റ് എങ്ങനെയാണ്, നമുക്ക് ഏറ്റവും പോസിബിളായിട്ടുള്ള റൂട്ട് എങ്ങനെയാണ്, എന്തൊക്കെ സാധനങ്ങളാണ് നമ്മൾ കൊണ്ടുപോകേണ്ടത്, എന്തൊക്കെ മെഡിസിൻ നമ്മൾ കയ്യിൽ കരുതേണ്ടതുണ്ട്, അഡ്വാൻസ് റൈഡിംഗ് ഗിയേഴ്സ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ വാഹനം കയറ്റി അയക്കുന്നതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയൊക്കെയാണ്,
കൂടാതെ നമ്മൾ വാഹനം റെൻറ്റിനെടുക്കുന്നതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ്, ഈ വിഷയങ്ങളൊക്കെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത എപ്പിസോഡിലൂടെ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ഇനി വരുന്ന വീഡിയോകൾ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തി വെക്കുക. Caught in the crossfire.